എല്ലാവർക്കും നമസ്കാരം. ഹീലിംഗ് ഏജൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പതുക്കെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഒരു അരമുറി നാരങ്ങ ഇരിക്കുന്നെന്ന് വിചാരിക്കുക. ഈ നാരങ്ങ നിങ്ങൾ വായിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് പിഴിഞ്ഞ് വായിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ഒരു പുളിപ്പ് രസം അനുഭവപ്പെട്ടിട്ടുണ്ട്, വായില് വെള്ളം ഊറുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ എന്റെ വായിലും വെള്ളം ഊറുന്നുണ്ട്. നിങ്ങളുടെ കയ്യില് നാരങ്ങ ഇല്ല, പക്ഷേ നിങ്ങളുടെ ശരീരം നിങ്ങൾ ചിന്തിച്ച ആ ചിന്തയോട് പ്രതികരിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതാണ് വിഷ്വലൈസേഷന്റെ ശാസ്ത്രം. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നതും ഒരേപോലെയാണ് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു അപകടത്തെ പറ്റി വിചാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹൃദയ ഇടിപ്പ് കൂടുതലാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. നമ്മുടെ ബ്രെയിനില് 2 മോഡുകളുണ്ട്. ഒന്ന് സർവൈവൽ മോഡ്, 2 ഹീലിംഗ് മോഡ്. നമ്മുടെ ജീവിതത്തില് നമുക്ക് എന്തിനെ പറ്റി ഭയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനകളെ പറ്റി ചിന്തിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മൾ സർവൈവൽ മോഡിനെ ഓണാക്കുന്നു. ഇതൊരു സ്വിച്ച് പോലെയാണ്. എന്നാൽ ഹീലിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജസുകൾ നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഹീലിംഗ് മോഡ് ഓണാകും. അപ്പോൾ ഇത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുകയും നമ്മുടെ ഹാർട്ട് റേറ്റിനെ കുറയ്ക്കുകയും നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യുകയും ഹാപ്പി ഹോർമോൺസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോശങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് അനുസൃതമായി പ്രതികരിക്കാറുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആയാൽ നമ്മുടെ കോശങ്ങൾ റിലാക്സ് ആവുകയും ഹാപ്പി ഹോർമോൺസുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും അതുപോലെ നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അതേസമയം നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് നമുക്കൊരു ഭയം ഉണ്ടെങ്കിൽ, നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ കോശങ്ങൾ ഒരുപാട് ടൈറ്റ് ആവുകയും അവിടെ നമ്മൾ ഒരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള സന്ദേശം നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് സ്ട്രെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വേദനകളും നമ്മുടെ ആവശ്യമില്ലാത്ത ഇമോഷനിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഈ ഇമോഷൻസിനെ നമ്മൾ മാറ്റുന്നില്ല, പകരം ആ ഇമോഷൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അതിനെ പതുക്കെ നമ്മുടെ സെൽസിൽ നിന്നും റിലീസ് ചെയ്യുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സെൽസ് റിലാക്സ് ചെയ്യപ്പെടുമ്പോൾ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ബ്രെയിൻ കൊടുക്കുമ്പോൾ നമ്മുടെ സെൽസ് റിലാക്സ് ചെയ്യപ്പെടും. അതുവഴി നമ്മുടെ ശരീരത്തിന് സുരക്ഷിതത്വം ഉണ്ട് എന്ന് ബ്രെയിനിൽ നിന്നും ഒരു മെസ്സേജ് വരും. അങ്ങനെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് ആക്ടിവേറ്റ് ആകുന്നു. അതുകൊണ്ടാണ് അവിടെ ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ബ്രെയിൻ നമ്മുടെ സെൽസിന് ഈ നിങ്ങൾക്ക് അപകടമില്ല എന്നുള്ള പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുമ്പോൾ സെൽസ് എല്ലാം, അതായത് കോശങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിലാക്സ് ചെയ്യപ്പെടും. അതായത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ട് അതിനെ ശാന്തമാക്കി വെക്കുകയും നമ്മുടെ ബ്രെയിനിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ശരീരം സേഫ് ആണ് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും ചെയ്യും. ഇത് ഒരിക്കലും മാജിക് അല്ല, ഇത് ന്യൂറോ സയൻസ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമല്ല, പകരം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ സുഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഗോളുകൾ നേടിയെടുക്കുവാൻ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഇമോഷൻസിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നിങ്ങൾ ആ ഗോളിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയും വിഷ്വലൈസേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാം. അതുപോലെ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നമുക്ക് ടെക്നിക്കിലേക്ക് കടക്കാം. നിങ്ങൾ ഈ 2026 ഡിസംബർ എൻഡില് നിങ്ങൾക്ക് എന്താണ് ഗോൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ആയിത്തീരേണ്ടത് എന്ന് ആലോചിക്കുക. ആ ഗോള് ആദ്യം നിങ്ങൾ ഒരു ഗോള് മാത്രം എടുക്കുക. അത് നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി ആവാം, ഫിനാൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പോ, എന്തായാലും ശരി, ഏതെങ്കിലും ഒരു ഗോൾ എടുക്കുക. അതിനുശേഷം കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് നിങ്ങൾക്ക് എന്താണ് ആകേണ്ടത് എന്ന് ഒരു മനോഹരമായ രീതിയിൽ ഒരു കഥ പോലെ എഴുതുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു മൂവി
മൂവി ആണെന്ന് വിചാരിക്കുക. അത് എത്ര മനോഹരമാക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം വായിച്ചു നോക്കുക. വീണ്ടും എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഇങ്ങനെ 2-3 പ്രാവശ്യം എഴുതുകയും വായിച്ചു നോക്കുകയും ചെയ്ത് അത് മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ആയതിനു ശേഷം അത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നല്ല തൃപ്തി ആയെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് അത് വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് വായിച്ചു നോക്കുക, പിന്നെ കണ്ണടച്ചിരുന്നുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് വിഷ്വലൈസേഷൻ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഗോളുകൾ നേടിയെടുക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുകയുള്ളൂ. എപ്പോഴും ഓർക്കുക, വിഷ്വലൈസേഷൻ ചെയ്താൽ മാത്രം പോരാ, അതിനാവശ്യമായ ആക്ഷൻസും നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വിഷ്വലൈസേഷൻ പ്ലസ് ആക്ഷൻസ് ആണ് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ എത്തപ്പെടുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.